സോമനും ജീവനും മിൻഹ്വാനും കൂടി ഇപ്പോൾ ഒരു പാർക്കിലൊക്കെ വന്നിരിക്കുകയാണ്. അങ്ങനെയിരിക്കെ സോമനെ കുറിച്ച് വളരെയധികം പുകഴ്ത്തിക്കൊണ്ടൊക്കെ മിൻഹ്വാൻ സംസാരിക്കുകയും അതിനുശേഷം ജീവന്റെ അടുത്ത് നീ എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കും, ആണുങ്ങൾക്ക് അതൊന്നുമല്ല ആവശ്യമായിട്ടുള്ളതെന്ന കാര്യം നീ ശ്രദ്ധിക്കേണ്ടതായിട്ടും ഉണ്ടെന്നൊക്കെ അവനും പറഞ്ഞു കൊടുക്കുന്നു. അവരങ്ങനെ ഒരുമിച്ച് കിടക്കുമ്പോഴത്തേക്കും ജീവൻ പറയുകയാണ്, എനിക്ക് നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ പ്രിയപ്പെട്ടവരാണ്. സോമനാകട്ടെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തായിരുന്നു എന്റെ കൂടെ കൂടിയിട്ടുണ്ടായിരുന്നത്. ഇനി മിൻഹ്വാൻ വർക്കിന് കയറിയ സമയത്ത് അപ്പോൾ മുതൽ എന്റെ ഒപ്പമുണ്ട്. നമ്മുടെ മൂന്ന് പേരുടെയും ഈ ഒരു റിലേഷൻഷിപ്പ് തന്നെ വളരെയധികം അവിശ്വസനീയമാണെന്നൊക്കെ അവൾ പറയുമ്പോഴത്തേക്കും സോമിനും നമ്മളൊരു ഫാമിലി ആണെന്നൊക്കെ അവളെയും ഓർമ്മപ്പെടുത്തുന്നു. പക്ഷേ സോമിൻ അത് പറയുമ്പോഴത്തേക്കും പണ്ട് സോമിൻ ജീവനെ അങ്ങ് കൊന്നു കളഞ്ഞാലോ എന്നൊക്കെ മിൻഹ്വാന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നതിനെ കുറിച്ചായിരുന്നു ജീവണും ഓർക്കുന്നത്. നമുക്ക് മൂന്ന് പേർക്കും എപ്പോഴും ഇതുപോലെ ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കാമെന്നും കൂടി സുമിൻ പറയുന്നു. രണ്ട് രാജകുമാരിമാരെയും കൂടി നോക്കേണ്ടതായിട്ടുള്ളത് കൊണ്ട് തന്നെ ഞാനും കുറച്ചുകൂടി വർക്കൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് മിൻഹ്വാൻ ഇരിക്കുന്നതിനിടയ്ക്ക് ജിയോന്റെ നേർക്ക് മിൻഹ്വാൻ കൈയൊക്കെ നീട്ടുന്നു. അപ്പോഴാകട്ടെ പണ്ട് അവൻ തല്ലുവാൻ ശ്രമിച്ചതിനെ കുറിച്ചൊക്കെ ഓർക്കുന്ന ജീവനും ഞെട്ടി എണീക്കുന്നു. പക്ഷെ അവൾ എന്തിനാണ് ഞെട്ടിയതെന്നൊക്കെ സുമൻ ചോദിക്കുമ്പോഴത്തേക്കും ഇവിടെ ഒരു പ്രാണീനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് അവളും പറയുന്നു. അത് കേട്ട ഉടനെ തന്നെ സോമനും ആകെ പേടിച്ചിട്ട് പ്രാണി എവിടെയാണെന്നൊക്കെ ചോദിച്ച് അതിനെ കളയുവാനായിട്ട് ശ്രമിക്കുകയാണ്. അത് കാണുമ്പോഴത്തേക്കും മിൻഹ്വാനും അവളെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് പ്രാണീനൊക്കെ കളയുവാനായിട്ട് നോക്കുന്നു. അങ്ങനെ ഇരിക്കെ ആയിരുന്നു പണ്ട് നടന്ന മറ്റൊരു സംഭവത്തെ കുറിച്ചൊക്കെ ജീവൻ ഓർക്കുന്നത്. അതായത് നേരത്തെ ഒരു പ്രാണീനൊക്കെ കണ്ട സമയത്ത് അവളും പേടിച്ചിട്ട് നിലവിളിക്കുമ്പോഴത്തേക്കും മിൻഹ്വാൻ ആയിരുന്നു അവളെ രക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. പണ്ട് ജീവന്റെ കാര്യത്തിലായിരുന്നു ഇങ്ങനൊരു സംഭവമൊക്കെ നടന്നിട്ടുണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ സുമിന്റെ കാര്യത്തിലാണ് ഇത് നടന്നിട്ടുള്ളത്. അങ്ങനെ ഇരിക്കെ അതുവഴി ആളുകളൊക്കെ സൈക്കിൾ ഓടിച്ചുകൊണ്ട് പോകുന്നത് ജീവൻ ശ്രദ്ധിക്കുന്നു. പണ്ട് ജീവനെ സൈക്കിളൊക്കെ ഓടിക്കുവാനായിട്ട് മിൻഹ്വാൻ പഠിപ്പിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അവളും പെട്ടെന്ന് കോളൊക്കെ ചെയ്തതിന് ശേഷം എനിക്ക് അത്യാവശ്യമായിട്ട് വർക്കിന് പോകേണ്ടതായിട്ടുണ്ടെന്ന് പറഞ്ഞ് വേഗം അവിടെ നിന്നും പോകുകയാണ്. ജീവൻ എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ജീവൻ മാത്രമേ ഉള്ളൂ. എനിക്ക് അവളെയും കൂട്ടിക്കൊണ്ട് എവിടെയെങ്കിലും പോകുവാൻ പോലും ഈ ഒരു വർക്ക് കാരണം സാധിക്കുന്നില്ല എന്നൊക്കെ സുമൻ പറയുമ്പോഴത്തേക്കും തന്റെ അവസ്ഥയും ഇത് തന്നെയാണെന്നൊക്കെ മിൻഹ്വാനും സുമിനെ അറിയിക്കുന്നു. മിൻഹ്വാനും ഒരു കപ്പിൾസ് ഒക്കെ സൈക്കിളിൽ പോകുന്നത് കാണുകയാണ്. അങ്ങനെ ഇരിക്കെ സോമനും സൈക്കിൾ ഒന്നും ഓടിക്കുവാനായിട്ട് അറിയുകയില്ല എന്ന് മനസ്സിലാകുമ്പോഴത്തേക്കും അവളെ സൈക്കിൾ ഓടിക്കുവാനൊക്കെ പഠിപ്പിക്കാമെന്ന് മിൻഹ്വാനും അറിയിക്കുന്നു. അങ്ങനെ ജീവന്റെ അടുത്ത് നടക്കേണ്ടിയിരുന്ന ആ ഒരു സംഭവം കൂടി സോമിന്റെ അടുത്ത് നടക്കുകയാണ്. ജീവനും അത്യാവശ്യമായിട്ട് വർക്കിന് പോകുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് കോൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ഉൺഹോനെ ആയിരുന്നു. ഒരു സിറ്റുവേഷനിലൊക്കെ ആയതുകൊണ്ട് തന്നെ അവിടെ നിന്ന് രക്ഷപ്പെടുവാനായിട്ടാണ് ഉൺഹോനെ വിളിച്ചിട്ടുണ്ടായിരുന്നതെന്ന് അവളും പറയുന്നു. ഉൺഹോയും ഇപ്പോൾ ജീവന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഉൺഹോയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ഫ്ലവേഴ്സ് ഒക്കെ ജീവന് നൽകുന്നു. അവൾ അതും പിടിച്ചുകൊണ്ട് നിൽക്കുന്നതെല്ലാം തന്നെ ചിഹുക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. അവന് വർക്ക് ചെയ്യുന്ന ഷോപ്പും ഇവിടെ അടുത്തായതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും അവൾക്ക് ഷോപ്പിലൊക്കെ വരാമെന്ന് കൂടി അവൻ പറയുന്നു. പിന്നീട് ഒരു അത്യാവശ്യമൊക്കെ വന്നിട്ട് അവനും പോകുകയാണ്. ഇനി ജീവണ് നേരെ ജിഹുക്കിന്റെ അടുത്ത് എത്തിയതിനു ശേഷം ഇന്ന് സോമിനെയും മിൻഹ്വാനെയും കൂടി ഒന്നിപ്പിക്കുവാനായിട്ട് ഞാൻ അവരുടെ ഒപ്പം ഒരു ഡേറ്റിലൊക്കെ പോയി. പിന്നെ അവരെ അവിടെ ഇരുത്തിയിട്ട് ഞാൻ തിരിച്ചു പോകുന്നു. അവൾ അങ്ങനെ ആ ഒരു കാര്യമൊക്കെ പറയുമ്പോഴത്തേക്കും ജിഹുക്കും അവന് ലൈഫിൽ മിസ്സായി പോയ രണ്ട് കാര്യങ്ങളെ കുറിച്ച് പറയുകയാണ്. അതിലൊന്നാകട്ടെ രണ്ട് കമ്പനിയുടെ പേരായിരുന്നു, മറ്റൊന്ന് ലീയുടെ കാര്യവും. അതായത് ജിഹുക്കിന്റെ ഒപ്പം എപ്പോഴും ലീ ഉണ്ടായിരിക്കണമെന്നായിരുന്നു മുത്തശ്ശൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ജിഹുക്ക് ചെയർമാനായി കഴിഞ്ഞപ്പോഴത്തേക്കും ലിയും രാജിവെച്ചു പോയി. അതിന്റെ കാരണം എന്താണെന്ന് അവൻ അറിയില്ല. അതുകൊണ്ട് തന്നെ ലിയും ജൂറാനെ പ്രൊജക്ടിന്റെ ലീഡർ ആക്കാമെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഞാനും എതിർക്കുവാനായിട്ട് പോയില്ല. മറ്റെന്ത് കാര്യം വന്നിട്ടുണ്ടെങ്കിലും ഉറപ്പായിട്ടും നിനക്ക് വേണ്ടി എന്ത് സഹായം ചെയ്യുവാനും ഞാൻ തയ്യാറാണെന്നും കൂടി ജിഹുക്ക് അറിയിക്കുന്നു. ജിഹുക്ക് വീണ്ടും ഉൺഹോയുടെ കടയിൽ ഫുഡൊക്കെ കഴിക്കുവാനായിട്ട് എത്തിയിട്ടുണ്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ കാണുന്നുണ്ടല്ലോ എന്ന് ഉൺഹോ ജിഹുക്കിന്റെ അടുത്ത് പറയുമ്പോഴത്തേക്കും എനിക്ക് നിന്നെ ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഉറപ്പുള്ള മണ്ണാകുവാനായിട്ട് നിനക്ക് സാധിക്കുമോ എന്ന കാര്യം മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ എനിക്കും തീരുമാനമെടുക്കുവാനായിട്ട് കഴിയുകയുള്ളൂ എന്നൊക്കെ ചീഹുക്കും അറിയിക്കുന്നു. അതായത് ചിഹുക്കിന് പകരമായിട്ട് ഉൺഹോനെ ജീവനും നൽകുവാനായിട്ടാണ് അവൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇനി ചീഹുക്കും അവിടെ ഉണ്ടായിരുന്ന ഡ്രിങ്ക്സ് ഒന്നും കുടിക്കാതെ അവിടെ നിന്നും പോകുന്നു. മാർക്കറ്റിംഗ് ടീമിന് വേണ്ടി വർക്ക്ഷോപ്പ് ഒക്കെ നടത്തുകയാണെന്ന് ചീഹുക്കും എല്ലാവരുടെയും അടുത്ത് പറയുന്നു. പിന്നീട് എല്ലാവരും സുരക്ഷിതരായിട്ട് ഇരിക്കണമെന്ന് കൂടി അറിയിക്കുകയാണ്. വർക്ക്ഷോപ്പ് ഒക്കെ ഉണ്ടാക്കുന്നതിൽ ഹയൂണിനെ ജീവൻ ക്ഷണിക്കുകയാണ്. ഹയൂണും അത് ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമൊക്കെ ആയിരുന്നു. ട്രഷർ ഹണ്ടിന്റെ ഒക്കെ ഒരു ഗെയിം നടത്തുന്നതായിരിക്കും. ആ ഒരു ഗെയിമിൽ വിജയിക്കുന്ന ആൾക്ക് അത്യാവശ്യം സൗകര്യമൊക്കെ ഉള്ള രീതിയിൽ താമസിക്കുവാനായിട്ട് സാധിക്കും. അല്ലാത്തവർക്ക് വേണ്ടി ടെന്റ് ആണുള്ളത്. ഇനി ഏറ്റവും ഒടുവിലത്തെ സ്ഥാനമൊക്കെ മേടിക്കുന്ന ആൾക്ക് കിടക്കുവാനായിട്ട് സ്ലീപ്പ് ബാഗ് ആണ് ഉള്ളതും. അങ്ങനെ ഇരിക്കും ഇവിടെയൊക്കെ കിടന്നുറങ്ങുവാനായിട്ട് ഒരിക്കലും സാധിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞ് മിൻഹ്വാനും നിൽക്കുന്നു. ഇതൊക്കെ ഒരു ഫണ്ണായിട്ട് എടുക്കേണ്ട കാര്യമാണ്.
പിന്നെ വല്ലപ്പോഴും അല്ല ഇങ്ങനെയൊക്കെ നടക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അങ്ങ് വർക്ക് ചെയ്താൽ മാത്രം മതി എന്നൊക്കെ ഹയൂണും സൂമിന്റെ അടുത്ത് പറയുകയാണ്. ഹയൂണാണ് ഈ ഒരു ഗെയിംസ് എല്ലാം തന്നെ നടത്തുന്നതെന്ന് അറിഞ്ഞത് കൊണ്ട് തന്നെ സോമിനും കുറച്ച് ടെൻഷനൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. മറ്റൊരു ഗെയിം കൂടി ഇതിന്റെ കൂടെ ഉണ്ട്. അതാണ് നെയിം ടാഗ് ഗെയിം. സൂമിന് എന്തായാലും ഈ ഒരു ഗെയിംസിനോട് ഒന്നും തന്നെ ഒട്ടും താല്പര്യമില്ല. അതേസമയം ചൂറാനും ജീവണും ഇപ്പോൾ തന്നെ മീൽ കിറ്റ് പ്രൊജക്ടിന്റെ കാര്യവും പറഞ്ഞിട്ട് ആകെ പ്രശ്നമായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മൊത്തത്തിൽ നമ്മുടെ ആ ഒരു സിറ്റുവേഷനൊക്കെ മാറ്റുവാനായിട്ട് ഈ ഒരു ഗെയിംസ് ഒക്കെ ഹെൽപ്പ് ചെയ്യുമെന്നാണ് അവർ പറയുന്നതും. നിങ്ങൾ എല്ലാവരും വിശ്രമിച്ചാൽ മാത്രം മതി. നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ലേ? അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി നമ്പർ 1 ഫ്ലാഗ് തന്നെ കൊണ്ടുവരുന്നതായിരിക്കുമെന്നൊക്കെ മിൻഹോനും അറിയിക്കുന്നു. നെയിം ടാഗ് എന്നൊരു ഗെയിമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഗെയിമിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ആൾക്കാരും ഏതെങ്കിലുമൊക്കെ ഫ്ലാഗ്സ് കണ്ടുപിടിക്കും. ഏറ്റവും ചെറിയ നമ്പർ ആരുടെ കയ്യിലാണ് ഉള്ളത് അയാളായിരിക്കും വിജയിക്കുക. ഇപ്പോൾ മറ്റൊരാൾക്കാണ് ചെറിയ നമ്പറുള്ള ഫ്ലാഗ് ഒക്കെ കിട്ടിയതെങ്കിൽ അയാളുടെ പേര് എഴുതിയിട്ടുള്ള ആ ഒരു നെയിം ടാഗ് വലിച്ചു കീറണം. അതിന് എതിരാളിക്ക് സാധിക്കുകയാണെങ്കിൽ എതിരാളിയുടെ കയ്യിലുള്ള ഫ്ലാഗ് മറ്റേ ആൾക്കും അയാളുടെ കയ്യിലുള്ള ഫ്ലാഗ് എതിരാളിക്കും കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ മിൻഹോന്റെ കയ്യിലുണ്ടായിരുന്നത് 3-ാം നമ്പർ ഫ്ലാഗ് ഒക്കെ ആയിരുന്നു. പക്ഷെ ഒരാൾ വന്നിട്ട് മിൻഹോന്റെ നെയിം ടാഗ് ഒക്കെ വലിച്ചു കീറിയതിനു ശേഷം മിൻഹോന്റെ കയ്യിലുണ്ടായിരുന്ന 3-ാം നമ്പർ ഫ്ലാഗ് എടുത്തുകൊണ്ട് പോകുകയും അയാളുടെ കയ്യിലുണ്ടായിരുന്ന 5-ാം നമ്പർ ഫ്ലാഗ് അവന് നൽകുകയും ചെയ്യുന്നു. ജീവണും അതെല്ലാം തന്നെ ഒളിഞ്ഞു കാണുകയാണ്. പണ്ടാകട്ടെ മിൻഹോൻ ഇതുപോലെ തന്നെ 5-ാം നമ്പർ ഫ്ലാഗ് കിട്ടുകയാണ് ഉണ്ടായത്. ഒടുവിലായിട്ട് അവന് സ്ലീപ്പ് ബാഗിലൊക്കെ കിടക്കേണ്ടതായിട്ട് വന്നു. ഇനി ജീവണിന് കിട്ടിയിട്ടുണ്ടായിരുന്നത് 4-ാം നമ്പർ ഫ്ലാഗ് ആയിരുന്നു. അവളത് ഒളിപ്പിച്ചു വെച്ചത് കൊണ്ട് തന്നെ അവൾക്ക് ടെന്റിൽ കിടക്കുവാനും സാധിച്ചു. പക്ഷേ 1-ാം സ്ഥാനം കിട്ടിയത് സൂമിനാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് കാങ് മാനേജർ ആയിട്ടുണ്ടായിരുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ കാങ് കാരണം അവൾക്ക് 1-ാം നമ്പർ ഫ്ലാഗ് കിട്ടുകയും അവൾ വാനിലൊക്കെ കിടക്കുകയും ചെയ്തു. ജീവണും അതൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ ജീവണിനെ ഒരു ടെന്റിന്റെ പിറകിലായിട്ടൊക്കെ സൂമിൻ ഒളിപ്പിച്ചു നിർത്തുന്നു. അപ്പോഴായിരുന്നു ഹയൂണും ടീമും അതുവഴി നടന്നു വന്നിട്ടുണ്ടായിരുന്നത്. അവരാണ് ഫ്ലാഗ് ഒക്കെ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത്. 1-ാം നമ്പർ ഫ്ലാഗ് ആകട്ടെ വെള്ളത്തിലൂടെ ഒക്കെ പോയതിനു ശേഷമാണ് ഹയൂൺ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളതെന്ന കാര്യം അവൾ പറയുന്നത് അവരും കേൾക്കുന്നു. വെള്ളത്തിലൂടെ ഒക്കെ പോയി 1-ാം നമ്പർ ഫ്ലാഗ് കണ്ടുപിടിക്കാന്ന് പറയുന്നത് വളരെ അപകടം നിറഞ്ഞൊരു കാര്യമാണ്. മാനേജർക്കും ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അയാളുടെ അടുത്ത് ഹെൽപ്പ് ഒക്കെ ചോദിക്കാമായിരുന്നു. ഇപ്പോൾ അയാൾ ഇല്ലാത്ത സ്ഥിതിക്ക് മിൻഹോന്റെ അടുത്തൊന്ന് ചോദിച്ചു നോക്കാം. അവന് നീന്തലൊക്കെ അറിയാമോ എന്ന് സോമനും ജീവന്റെ അടുത്ത് ചോദിക്കുന്നു. നിന്റെ ബോയ് ഫ്രണ്ട് ആയതുകൊണ്ട് തന്നെ അവന്റെ അടുത്ത് ഞാൻ ഹെൽപ്പ് ചോദിക്കുന്നതിൽ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടോ എന്ന് അവൾ ചോദിക്കുമ്പോഴത്തേക്കും ജീവനും ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്നൊക്കെ അറിയിക്കുന്നു. അങ്ങനെ സോമിനും മിൻഹോന്റെ അടുത്തേക്കൊക്കെ ഓടുകയാണ്. അങ്ങനെ ഇരിക്കെ സോമിന്റെ കഴുത്തിലുണ്ടായിരുന്ന മാലയും അവൾ ശ്രദ്ധിക്കുന്നു. നമ്മൾ ആഗ്രഹിക്കുന്ന എന്തും നടത്തിയെടുക്കണമെന്നൊക്കെ സോമൻ പറഞ്ഞിട്ടുണ്ടായിരുന്നതിനെ കുറിച്ച് ഇപ്പോൾ ജീവൻ ഓർത്തുകൊണ്ട് നടക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ജീവൻ ചീഹുക്കിനെ കാണുന്നു. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. നിനക്ക് വേണ്ടി എന്ത് സഹായവും ഞാൻ ചെയ്യുന്നതായിരിക്കുമെന്നൊക്കെ ചിഹുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നതിനെ കുറിച്ചും ജീവൻ ഇപ്പോൾ ഓർക്കുന്നു. 1-ാം നമ്പർ ഫ്ലാഗ് എവിടെയാണുള്ളതെന്ന് നിനക്ക് അറിയാമോ എന്ന് ചിഹുക്ക് ചോദിക്കുമ്പോഴത്തേക്കും വെള്ളത്തിലൂടെ ഒക്കെ പോയിട്ടായിരുന്നു ഹയൂൺ അത് ഒളിപ്പിച്ചിട്ടുണ്ടായിരുന്നതെന്ന് അവളും അറിയിക്കുന്നു. മാത്രല്ല എന്നെ നീ ഒന്ന് സഹായിക്കാമോ എന്നൊക്കെ അവൾ ചോദിക്കുമ്പോഴത്തേക്കും എന്തായാലും ആ ഒരു ഫ്ലാഗ് ഒക്കെ എടുത്തു തരാമെന്ന് സമ്മതിച്ച് അവനും വെള്ളത്തിലേക്കൊക്കെ ഇറങ്ങുവാനായിട്ട് തുടങ്ങുന്നു. പക്ഷെ ആ ഒരു കാര്യത്തിലായിരുന്നില്ല അവൾക്ക് സഹായം ആവശ്യമായിട്ടുണ്ടായിരുന്നത്. നീ എന്റെ അടുത്ത് സത്യസന്ധനായിട്ട് നിൽക്കാമോ? എന്നെ ഒരു സ്ട്രേഞ്ചർ ആയിട്ട് ഒരിക്കലും കാണരുത്. എന്നെ നീ ഒരിക്കലും വെറുക്കുവാനും പാടില്ല. ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ കേൾക്കണം. നീ എനിക്ക് വേണ്ടി ഏതൊരു കാര്യവും ചെയ്യുവാനായിട്ട് തയ്യാറാണെന്നുള്ള കാര്യമൊക്കെ എനിക്കറിയാം. പക്ഷേ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ തനിയെ ചെയ്യുന്നതായിരിക്കും. എന്റെ കൂടെ അങ്ങനെ ഒരാളായിട്ട് മാത്രം നിൽക്കാമോ എന്നൊക്കെ അവള് ചോദിക്കുകയാണ്. കഴിഞ്ഞുപോയ നിമിഷങ്ങൾ രണ്ടാമതായിട്ട് ഒന്നും കൂടി അനുഭവിക്കുവാനായിട്ട് നമുക്ക് രണ്ടുപേർക്കും ഒരുപോലെ ഒരു അവസരം കിട്ടിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് നിന്നെ ഈ ഒരു കാര്യത്തിലേക്ക് ഞാൻ ക്ഷണിക്കുന്നതെന്നൊക്കെ അവൾ പറയുമ്പോഴത്തേക്കും അവനും അവന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്ന ഹേർട്ടിന്റെ ചിത്രമൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. നീയല്ലേ നിന്റെ അച്ഛൻ സമ്മാനമൊക്കെ നൽകുമ്പോഴത്തേക്കും ഇതുപോലെ ഹേർട്ട് വരയ്ക്കുമെന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നിന്റെ അച്ഛൻ നൽകിയ മറ്റൊരു സമ്മാനമാണ് ഇത് എന്ന് പറഞ്ഞിട്ടായിരുന്നു അവനും അത് കാണിച്ചിട്ടുണ്ടായിരുന്നത്. നിനക്കെന്നെ ഏത് രീതിയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. അതില് നീ ഒരു ബുദ്ധിമുട്ടും തോന്നിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ അവൻ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഈ ഒരു സമ്മാനം ഞാൻ ഒരിക്കലും ഉപയോഗിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഇത് കയ്യിൽ തന്നെ വെക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ ഒരു സമ്മാനം സന്തോഷമായിട്ട് ഇരിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിനക്ക് ഈ സെക്കൻഡ് ലൈഫിൽ എന്തെങ്കിലും കാര്യം ചെയ്യണമെന്നുണ്ടോ എന്ന് കൂടി അവൾ ചോദിക്കുന്നു. ജീവനും അവളുടേതായ ശക്തികളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഹാപ്പി ആയിട്ട് ഇരിക്കുവാനാണ് ആഗ്രഹിക്കുന്നതെന്ന കാര്യം അവനെ അറിയിക്കുന്നു. സോമനും മിൻഹോൻ കാണുന്ന ഒരു ഇടത്തൊക്കെ വന്ന് കഴിയുമ്പോഴത്തേക്കും അവിടെ ഉണ്ടായിരുന്ന മുള്ളിലൊക്കെ മനഃപൂർവ്വമായിട്ട് പോയി തൊടുകയാണ്. സുമിൻ നിലവിളിക്കുന്ന ശബ്ദമൊക്കെ കേട്ടിട്ടായിരുന്നു മിൻഹോൻ അവിടേക്ക് ഓടിയെത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ അവളും കയ്യിലുണ്ടായിരുന്ന ബ്ലഡ് ഒക്കെ നക്കി കളഞ്ഞതിന് ശേഷം ഇപ്പോൾ മരുന്നൊന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. മാത്രമല്ല എന്റെ കയ്യിൽ മുറിവൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് വെള്ളത്തിൽ ഇറങ്ങുവാനായിട്ട് സാധിക്കുകയില്ല.
ഒന്നാം നമ്പർ എഴുതിയിട്ടുള്ള സ്റ്റിക്ക് വെള്ളത്തിലാണുള്ളത്. നീ എനിക്ക് വേണ്ടി അതൊന്ന് എടുത്തു തരാമോ എന്നൊക്കെ മിൻഹോന്റെ അടുത്തും അവൾ ചോദിക്കുകയാണ്. വെള്ളത്തിന്റെ കുറച്ച് അകലേക്ക് ആയിട്ടായിരുന്നു ഒന്നാം നമ്പർ സ്റ്റിക്കൊക്കെ ഉണ്ടായിരുന്നത്. ജീവനും വെള്ളത്തിലിറങ്ങി പതിയെ അതൊക്കെ എടുക്കുവാനായിട്ട് ശ്രമിക്കുന്നു. ഇപ്പോൾ ആയിരുന്നു ഹയോണും വെള്ളം ഒരുപാട് താഴ്ചയിലൊക്കെയാണ് ഉള്ളതെന്ന കാര്യം മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് സേഫ്റ്റി മെഷേഴ്സ് ഒക്കെ എടുക്കേണ്ടതായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഹയോണും ചൂറാനും അതിന്റെ പിറകെയൊക്കെ പോകുമ്പോഴത്തേക്കും ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ ജിഹുക്കും കേട്ടിട്ടുണ്ടായിരുന്നു. ജീവനും കുറച്ചു ദൂരമൊക്കെ എത്തി കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് കുഴിയിൽ പെട്ടുപോകുകയാണ്. എങ്കിൽ പോലും ജിഹുക്ക് ഓടി വന്ന് അവളെ രക്ഷിക്കുന്നു. ഇത്രത്തോളം ആഴമുള്ള വെള്ളത്തിലൊക്കെ ഒരു പ്രിപ്പറേഷനും ഇല്ലാതെയാണല്ലോ നീ ഇറങ്ങിയിട്ടുണ്ടായിരുന്നെന്നൊക്കെ പറഞ്ഞിട്ട് ചീഹുക്കും അവളുടെ അടുത്ത് ദേഷ്യപ്പെടുകയാണ്. പ്രയാസമുള്ള എന്തെങ്കിലും കാര്യമൊക്കെ വരുമ്പോഴത്തേക്കും നിനക്ക് ആരോടെങ്കിലും ഹെൽപ്പ് ചോദിച്ചൂടെ, അതിന് ഒരു തെറ്റും ഇല്ല എന്നൊക്കെ ചീഹുക്ക് പറയുന്നുണ്ടെങ്കിലും ഞാൻ സൂമിനല്ല, സൂമിൻ തെറ്റാണ്, ഞാൻ ശരിയും. ഞാൻ ഒരിക്കലും അവളെ പോലെ ജീവിക്കുകയില്ല. ഞാൻ ശരിയായ കാര്യങ്ങൾ മാത്രമേ ചെയ്യുകയുള്ളൂ. ഏതൊരു കാര്യവും ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നതായിരിക്കുമെന്ന് കൂടി ജീവനും ചീഹുക്കിന്റെ അടുത്ത് പറയുന്നു. അത് കേൾക്കുന്ന ജീഹുക്കും രണ്ട് കാര്യങ്ങൾ ഓർക്കുകയാണ്. ഒന്നാമത്തേത്, സെക്കൻഡ് ലൈഫിൽ നിനക്ക് എന്തെങ്കിലും കാര്യം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ എന്ന് ജൂൺ ചോദിച്ചതായിരുന്നു. രണ്ടാമത്തേതാകട്ടെ അവൾ ഒരു ബോട്ടിലൊക്കെ നിൽക്കുന്നതായിട്ടായിരുന്നു അവൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നതെന്നും അതുകൊണ്ട് തന്നെ ഉറപ്പുള്ള ഒരു മണ്ണിലൊക്കെ നിൽക്കണമെന്ന് അവൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നതിനെ കുറിച്ചും അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവനാകട്ടെ എനിക്ക് ആ ഉറപ്പുള്ള മണ്ണാകുവാനായിട്ടാണ് ആഗ്രഹമെന്ന് അവളുടെ അടുത്ത് പറയുന്നു. ആ ഒരു സീനോട് കൂടി ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.